ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പാർട്ടികളിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് മന്തി. അപ്പോൾ കൂടുതലായിട്ടും ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇവിടെ ഫിഷ് വെച്ചിട്ടൊരു ഫിഷ് മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സാൽമൺ ഫിഷാണ്. അപ്പോൾ ഇത് അത്യാവശ്യം 2 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ മന്തി ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു വലുപ്പത്തിൽ ഒരു 6 പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇനി മസാലയ്ക്ക് വേണ്ടി 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ കുറച്ച് ഒരു റെഡ് ഫുഡ് കളർ, അത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് സാൽമൺ ഫിഷ് പോലത്തെ വലിയ ഫിഷൊക്കെ മസാല പിടിച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മന്തിക്ക് ഈ സാൽമൺ ഫിഷ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ കിങ് ഫിഷ് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് ഈ ഫിഷ് വെച്ചിട്ടാണ്. അപ്പോൾ ഏത് ഫിഷ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിക്ക് ആദ്യം തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 ഭാഗവും നന്നായി ഫ്രൈ ആവുന്നവരെ ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ ഫ്രൈ ആയാലും ഫിഷ് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ചൊന്ന് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ മന്തിയിലേക്കുള്ള ഫിഷൊക്കെ റെഡിയായി. ഇനി നമുക്കതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഏല, പട്ട, ഗ്രാമ്പു, കുരുമുളക് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ എണ്ണയിലിട്ട് തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം.
അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മന്തിയിൽ പിന്നെ നമ്മൾ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ മസാലകളൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മന്തി മസാലകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് തയ്യാറാക്കുന്ന മുൻപ് അരി ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പിന്നെ ഞാനതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുള്ളവരത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി തിളക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. ഇനി നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പൊക്കെ നോക്കി, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. പ്രത്യേകിച്ച് കുക്കറിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം നമ്മളെ ചോറ് ഇവിടെ റെഡിയായി. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മളെ മന്തിക്ക്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്തി ഒരു സ്മോക്കി ഫ്ലേവർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചാർക്കോൾ ഒന്ന് കണലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ആ കണലാക്കിയെടുത്ത ചാർക്കോൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. ചാർക്കോൾ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് നന്നായി കവർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ നമുക്ക് മന്തിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി കവർ ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ആ ചാർക്കോളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഫിഷ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിഷല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ആ ഫിഷിൻ്റെയും ചോറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളി മന്തിയുടെ അതേ ഒരു ലുക്കിലും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.